ഖജുരാഹോ. ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ രചിച്ച നോവൽ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. സംഗീതം ഋത്വിക് എസ് ചന്ദ്. സാക്ഷാത്കാരം കെ വി രാമചന്ദ്രൻ. ഖജുരാഹോ. കഥയില്ലായ്മയുടെ കഥ. 45. വീണ്ടും അതേ പ്രശ്നത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എഴുതുന്നതെന്ന വ്യക്തിപരമെങ്കിലും വിഷമകരമായ ആ ചോദ്യത്തിലേക്ക്. എങ്കിലും എഴുത്തു തുടങ്ങിയ 2005 ഏപ്രിൽ മെയ് മാസങ്ങളിലെ സന്ദേഹങ്ങളിൽ നിന്നും സന്ദിഗ്ധതകളിൽ നിന്നും ഞാൻ ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇക്കാലങ്ങളിൽ ഞാൻ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഇന്ത്യ ഒട്ടുക്ക് ഒറ്റയ്ക്ക്, നിരന്തരം ഒറ്റയ്ക്ക്, മരണം പോലെ ഒറ്റയ്ക്ക്. ഒരു തുണിസഞ്ചിയിൽ കൊള്ളാവുന്ന വസ്ത്രങ്ങളും കുളിസാമഗ്രികളും മാത്രം എടുത്തുകൊണ്ട്, പഠിച്ച പാഠങ്ങളും വായിച്ച പുസ്തകങ്ങളും ഏത് വിധത്തിൽ വേണമെങ്കിലും മാറ്റിമറിക്കാൻ സ്വയം അനുവദിച്ചുകൊണ്ട്, ഒരു കരുതലുമില്ലാതെ, ഒരു മുൻവിധിയുമില്ലാതെ, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും പിൻബലമില്ലാതെ, ഒരു പ്രസ്ഥാനത്തിൻ്റെയും ID കാർഡില്ലാതെ, ഇന്ത്യ ഒട്ടുക്ക് ഒറ്റയ്ക്ക് നിരന്തരം രാപ്പകലുകളില്ലാതെ, ഇടവേളകളില്ലാതെ, ഋതുഭേദങ്ങളില്ലാതെ, നിരന്തരം ഒറ്റയ്ക്ക്, മരണം പോലെ ഒറ്റയ്ക്ക്. യാത്രകൾ നമ്മെ വിമലീകരിക്കുന്നു. ഒരുപാട് ദേശങ്ങളിലൂടെ, ഒരുപാട് കാലങ്ങളിലൂടെ, ഒരുപാട് സമൂഹങ്ങളിലൂടെ. ഓർക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്നു. കണ്ണ്. 47. ഒരിക്കൽ ബംഗാളിലെ സാന്ത്രാഗഞ്ചിയിൽ നിന്ന് ഹൗറയിലേക്ക് ഒരു ലോക്കൽ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ മൊസംബി ലേലോ സാബ്, മൊസംബി 20 രൂപയ്ക്കോ 4 മൊസംബി ലേലോ സാബ്, മൊസംബി എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങിയ ഒരു മുസ്ലിം വൃദ്ധന്റെ മുഖം ഇന്നും കൺമുമ്പിലെത്തുന്നു. ഇന്നും, ഇപ്പോഴും. കുളവാഴകളും ക്രൈസാന്തിമങ്ങളും നിറഞ്ഞു നിന്ന തടാകങ്ങളെ മുറിച്ചുകൊണ്ടായിരുന്നു യാത്ര. ഒരു ചെറിയ കൂടയിൽ 10-12 മൊസംബികൾ മാത്രമാണ് അയാളുടെ കയ്യിലുണ്ടായിരുന്നത്. ഏറിയാൽ 50 രൂപയുടെ വക. എങ്കിലും വണ്ടിയിലുണ്ടായിരുന്ന ജുബ്ബാധാരികൾ ആരും അയാളോട് വാങ്ങിയില്ല. വണ്ടി ഹൗറ എത്താറായപ്പോൾ അയാളുടെ ശബ്ദം നേർത്തു വന്നു. ഹൗറയ്ക്ക് മുമ്പുള്ള ശാന്തിഗഞ്ചിൽ ഇറങ്ങുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ജീവിതത്തിന് ശാശ്വതമായ ഒരു തുടർച്ചയുണ്ടോ? ശാശ്വതമായ അർത്ഥങ്ങളും? ആ മുസ്ലിം വൃദ്ധനുമായുള്ള അഭിമുഖം താൽക്കാലികമായ ഒരു ഒത്തുചേരലായിരുന്നു. ഒരു പ്രത്യേക കാലത്തിൻ്റെ, സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ, ഒന്നിച്ച് സഞ്ചരിച്ച കുറേ യാത്രികരുടെ. അടുത്ത നിമിഷം ആ ഒത്തുചേരൽ ഇല്ലാതാവുന്നു. ഒരു നിമിഷത്തേക്ക് ഹൃദയം ആർദ്രമാക്കിയ ആ യാത്രികൻ അയാളുടെ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള അയാളുടെ സഹയാത്രികർ വണ്ടിയിൽ യാത്ര തുടരുന്നു. അല്പം ചില നിമിഷങ്ങൾക്കു ശേഷം ഞാൻ ഹൗറയിലിറങ്ങി ഹുഗ്ലിയിലേക്ക് നടന്ന് കൊൽക്കത്ത ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ 7 രൂപ ടിക്കറ്റിൻ്റെ യാത്രയിൽ ഹുഗ്ലിയുടെ മറുതീരത്തെത്തുന്നു. 2-3 ആഴ്ചക്കാലത്തേക്കുള്ള 2ാം ക്ലാസ് യാത്രക്കൂലിയും ഇടത്തരം ലോഡ്ജുകളിലെ വാടക ഇനവും അല്ലാതെയുള്ള നീക്കിയിരിപ്പൊന്നും ആ യാത്രയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഹൈദരാബാദ്, ഒറീസയിലെ പുരി, കൊണാർക്ക്, ഭുവനേശ്വർ ചുറ്റി കൊൽക്കത്തയിലെത്തി മടങ്ങിയ ആ യാത്ര
തിരികെ തിരുവനന്തപുരത്തെത്തുമ്പോൾ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നത് ഏതാണ്ട് 400 രൂപ മാത്രം. കയ്യിൽ അധികമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അയാളുടെ ഉൽപ്പന്നം ആ സമയത്ത് അത്ര ആവശ്യമുണ്ടായിരുന്നില്ലെങ്കിലും വ്യസനിക്കുന്ന ഒരു സഹയാത്രികൻ്റെ നോവുകളിൽ പങ്കുചേരാത്തതിന് ഞാൻ ഉൾപ്പെടെയുള്ള അയാളുടെ സഹയാത്രികരായ ഞങ്ങളെ ആരെങ്കിലും പഴിക്കുമോ? മക്കളും പേരമക്കളുമൊക്കെ അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ നിസ്സഹായതയിലേക്ക് ഒഴിഞ്ഞ കൈയും ഒഴിയാത്ത കൂടയുമായി അന്തിമടങ്ങുന്ന അയാളെയും നദീതീരത്ത് ഉയർത്തി നിർത്തിയ ഇരുമ്പുകുറ്റിയിൽ കെട്ടിയാഴ്ത്തിയ കയറേണിയിൽ തൂങ്ങി ഞാൻ 2 പ്രാവശ്യം നദിയിൽ മുങ്ങി നിവർന്നു. ശേഷം കരയിലുണ്ടായിരുന്ന ഒരു പെട്ടിക്കടയിൽ നിന്ന് ഇടിഞ്ഞിലിൻ്റെ ആകൃതിയിലുള്ള ഒരു മൺപാത്രത്തിൽ 3 രൂപയുടെ ചായ കുടിച്ച് നദിയിലേക്ക് നോക്കി ചെരിഞ്ഞു കിടന്നു. 63. ശിലകൻ, നിറഞ്ഞ താരുണ്യത്തിൻ അഭൗമ സൗന്ദര്യം നീ, നയന തീക്ഷ്ണത നിൻമെയ്യിൻ അപൂർവദാർഢ്യത്തിൻ സാക്ഷ്യം, അപാര നിശബ്ദത നിന്നുള്ളിൻ അനുഭവ സഞ്ചയത്തിൻ മുദ്ര, അടുത്തിരിക്കലും നീയൊരപൂർവ തേജസ്വി, ആശയാതവളെങ്കിലും മമ ചിത്തത്തിൻ ആശാകൗസ്തുഭം നീ ഒരാൾ മാത്രം. കനകം, നീ എന്നെ അനന്ത നിശബ്ദതയിലാഴ്ത്തുന്നു. സ്ത്രീയോടും തൃഷ്ണയോടും വിട്ടുവീഴ്ച ചെയ്യുവാൻ യോഗിക്ക് അവകാശമില്ല. എങ്കിലും നിന്നെപ്പോലെയുള്ള അപൂർവ ജന്മങ്ങൾ ആഗ്രഹിച്ചാലുമില്ലെങ്കിലും മനുഷ്യാത്മാവിനെ പ്രപഞ്ചഗുരുത്വത്തോട് ചേർത്ത് നിർത്തുവാൻ ഇടവരുത്തുന്നു കനകം. 65. ടാറിഞ്ഞ് ഇടയ്ക്കിടെ പൊളിഞ്ഞുകിടക്കുന്ന നിരത്തിൽ നിന്നുയർന്ന പൊടിപടലങ്ങൾ നിയോൺ വിളക്കുകളിൽ നിന്നു വീണ മഞ്ഞ വെളിച്ചവുമായി കലർന്ന് രാത്രിയുടെ തണുപ്പിനെ കൂടുതൽ സാന്ദ്രമാക്കി. വിസ്തൃതമായ സമതല ഭൂമിയെ 2ആയി മുറിച്ചുകൊണ്ട് നീണ്ടുകിടക്കുന്ന തണുത്ത നിരത്തിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ശിലകൻ്റെ മനസ്സ് അകാരണമായ ഒരു വേദന കൊണ്ട് നിറഞ്ഞു. രാത്രിയുടെ നിശബ്ദതയിലൂടെയുള്ള ഏകാന്ത നടത്തം, കയ്യിൽ ലഘുവിശ്രമത്തിനു മാത്രം മതിയായ വസ്ത്രങ്ങൾ, തുണിവിരിപ്പ്, തോൾസഞ്ചി. പഠാൻകോട്ടെ ഒരു സത്രത്തിൽ കുറച്ചുനാൾ കാവൽക്കാരനായി കൂടിയ ശേഷം മുറിഞ്ഞുപോയെന്ന് തോന്നിയ ജീവിതയാത്രയെ പുനരുജ്ജീവിപ്പിക്കാൻ നടത്തിയ ഖേദകരമായ ഒരു ശ്രമം. ഗയയിലെയും കുർണൂലിലെയും ചെറുകിട കച്ചവടക്കാരും തീർത്ഥാടകരുമാണ് അവിടെ തങ്ങിയിരുന്നത്. നിലാവ് നുരഞ്ഞു പൊന്തുന്ന ശരത്കാല രാത്രികളിൽ പുറത്തെ നാരകച്ചുവടുകളിൽ കയറ്റുകട്ടിലുകൾ പിടിച്ചിട്ട് തങ്ങളിരുന്നു. പർവ്വതഭൂമി, നക്ഷത്രങ്ങൾ, നിലാവ്, തണുത്ത കാറ്റ്. ഇരുട്ടിനേക്കാൾ നിലാവ് നിറഞ്ഞ രാത്രികളാണ് മനസ്സിൽ. മരങ്ങളില്ലാത്ത പർവ്വതഭൂമികളിൽ ശരത്കാല രാത്രികൾ കൂടുതൽ ദീപ്തമാവും. മലമടക്കുകളിലെ ഗർത്തങ്ങൾ നിലാവിൻ്റെ അനന്തതയിൽ ഇരുട്ടിൻ്റെ ദ്വീപുകൾ പോലെ തോന്നാൻ തുടങ്ങും. നിറഞ്ഞൊഴുകുന്ന നിലാവ്, നിലാവിൽ കുളിച്ചു നിൽക്കുന്ന നിമ്നോന്നത ഭൂമി, നിലാവിൽ കുളിച്ചു നിൽക്കുന്ന പവിഴദ്വീപുകൾ പോലുള്ള പർവ്വതങ്ങൾ. പർവ്വതഭൂമിയിലെ രാത്രികൾ അപൂർവ സ്മരണകൾ സമ്മാനിച്ചു. 72. ശിലകൻ, നീ എന്തിനാണ് ഇങ്ങനെ അലയുന്നത്? അറിയില്ല ഗുരു. എങ്കിലും ഭൂമിയിൽ പിറക്കുന്ന മനുഷ്യരിൽ ചിലരെങ്കിലും എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ വെറുതെ വെറും വെറുതെ കാഴ്ചകൾ കണ്ടു നടക്കാൻ മാത്രമായി ജനിച്ചവർ. ആരുടെയും ആരുമല്ലാതെ, ആരുടെയും അടിമയും ആരുടെയും അവകാശിയുമല്ലാതെ, വെറുതെ വെറുതെ വെറും വെറുതെ കാഴ്ചകൾ കണ്ടു നടക്കാൻ മാത്രം. അസ്തമയ സൂര്യൻ്റെ സൗന്ദര്യത്തെയും
കടൽ തീരത്തുകൂടെ കറങ്ങി നടക്കുന്ന നിറയൗവനങ്ങളെയും വെറുതെ 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 നോക്കിയിരിക്കാൻ മാത്രം. പുൽത്തകിടികളിൽ കെട്ടിമറിയുന്ന മാർജാരന്മാരെയും മറ്റെങ്ങോ ശ്രദ്ധിക്കുകയാണെന്ന മട്ടിലിരുന്ന് തരം കിട്ടുമ്പോൾ കയ്യിലുള്ളത് തട്ടിപ്പറിച്ചോടുന്ന കവീന്ദ്രന്മാരെയും കണ്ട് നിഷ്കളങ്കമായി പൊട്ടിച്ചിരിക്കാനുള്ള ലാളിത്യം എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ മാത്രം. 77. നീണ്ട തീവണ്ടി യാത്രകൾക്കിടയിൽ ഒരിക്കൽ ശിലകൻ വിമൽകുമാർ ഖമോഷിയെയും കണ്ടുമുട്ടി. കട്ടക്കിൽ നിന്നും പാരദ്വീപിലേക്കുള്ള ഒരു ലോക്കൽ ട്രെയിനിൽ നിലക്കടലത്തോടും മിഠായി പാക്കറ്റുകളും നിറഞ്ഞ് ഗ്രാമീണരായ യാത്രക്കാരുടെ നിത്യസഞ്ചാരം വെളിപ്പെടുത്തുന്ന വൃത്തി കുറഞ്ഞ കമ്പാർട്ട്മെൻറ്റുകളിലൊന്നിൽ ആവിയിൽ ബലപ്പെടുത്തിയ പ്രഷർ ബോർഡുകളിലൊന്നിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എതിരെയുള്ള മധ്യവയസ്കൻ അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഏകാന്ത സഞ്ചാരി ആയിരിക്കാമെന്ന തോന്നൽ ശിലകന് ഉള്ളിൽ വന്നു. യാത്രയിലുടനീളം അയാൾ പുറത്തേക്കാണ് നോക്കിയിരുന്നത്. ഒറ്റയ്ക്കിരിക്കുന്നതിലൂടെ ലഭിക്കുന്ന സ്വാസ്ഥ്യം ഒരിഞ്ച് പോലും നഷ്ടപ്പെടുവാൻ തയ്യാറല്ലാത്ത ഒരാളെപ്പോലെ. എങ്കിലും കൗതുകം ഉള്ളിലടക്കുവാനാവാത്തതുകൊണ്ട് ഏറെ നേരം കാത്തിരുന്നു ലഭിച്ച അയവുള്ള ഒരു നിമിഷത്തിൽ അയാളുടെ ഏകാന്തതയ്ക്ക് അല്പം പോലും പോറലേൽപ്പിക്കാതെ, ഖമോഷി, വിമൽകുമാർ ഖമോഷി എന്ന് ശിലകൻ സംശയിച്ചു. പെട്ടെന്ന് വീണ്ടും മുന്നിലേക്ക് അടർന്നു വീണ ഒരു നിശബ്ദതയിൽ ഏറെ നേരം വീണ്ടും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരിരുന്നു. അതേ ശിലകൻ, വിമൽകുമാർ ഖമോഷി തന്നെ. ഏറെക്കാലം ഞാൻ ദക്ഷിണദേശങ്ങളിലുണ്ടായിരുന്നു. മുൽക്കിയിലും കുടകിലും കുറച്ചുകാലം ശിവമൊഗ്ഗയിലും. ജീവിതത്തിൻ്റെ ഒരു കാലം. ഒരു കാലം എന്ന് അയാൾ പറഞ്ഞത് ബോധപൂർവം എന്ന പോലെ ഒരു വിശേഷണവും ചേർക്കാതെയായിരുന്നു. ആ ഒരു കാലം ജീവിതത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കൂട്ടിച്ചേർപ്പോ നഷ്ടമോ വരുത്തിയിട്ടുണ്ടെന്ന് ഒരു തരത്തിലും താൻ ധരിച്ചു പോകരുതെന്ന നിർബന്ധമുണ്ടായിരുന്നത് പോലെ. അല്ലെങ്കിലും ജീവിതം എന്നത് ഒരു കാലം മാത്രമാണ് ശിലകൻ. ഒരു പ്രത്യേക കാലത്ത് കുറേ മനുഷ്യർ ജീവിക്കുന്നു എന്ന ചലനാവസ്ഥ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് കുറേ കാലം ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ചുണ്ടാവുന്നു. എന്തെങ്കിലും ചിലത് ചെയ്യുവാനോ പരസ്പരം പൂരിപ്പിക്കുവാനോ ഉണ്ടെന്ന ഒരു തോന്നലിൽ. എങ്കിലും കുറേ കാലം ഒരുമിച്ചുണ്ടാവുന്നു എന്നല്ലാതെ എന്താണ് മനുഷ്യർക്ക് തമ്മിൽ അധികമുള്ളത് ശിലകൻ? ചില മനസ്സിലാക്കലുകൾ, ചില ബോധ്യങ്ങൾ, ചില ഉൾക്കൊള്ളലുകൾ. ഇവയൊന്നുമല്ലാതെ അല്ലെങ്കിൽ തന്നെ അനുഭവങ്ങളുടെയോ അറിവുകളുടെയോ ഒരു ഓപ്റ്റിമം പോയിന്റിന് മുകളിൽ മനുഷ്യൻ്റെ ബന്ധങ്ങൾക്കൊക്കെ എന്തർത്ഥമാണുള്ളത് ശിലകൻ? എന്തിനാണ് ബന്ധങ്ങൾ ഇത്രയേറെ മനുഷ്യരെ അതിസംക്രമിക്കുന്നത്? ഇത്രയേറെ മനുഷ്യരെ അസ്വസ്ഥമാക്കുന്നത്, കടന്നാക്രമിക്കുന്നത്? ഒരു വ്യക്തിയായാണോ അതോ താത്വികനായാണോ അപ്പോൾ ഖമോഷി സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും ശിലകന് മനസ്സിലായില്ല. താത്വികരുടെ തർക്കയുക്തികൾ ഒന്നും തന്നെ അയാളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ വ്യക്തിയുടെ ആർദ്രതയിൽ നിന്നും ഏറെ മുക്തി വന്ന ഒരാളെപ്പോലെയാണ് അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അയാളുടെ താത്വികതയുടെ തീവ്രതയോട് ബഹുമാനം തോന്നിയതുകൊണ്ടും അയാളിലെ വ്യക്തിയോടുള്ള ആകാംക്ഷ കൊണ്ടും പിന്നീടുള്ള യാത്രയിലുടനീളം ശിലകൻ അയാളെ തന്നെ സംസാരിക്കാൻ അനുവദിച്ചുകൊണ്ട് സ്വയം നിശബ്ദത പാലിച്ചു.